അങ്ങനെ നീണ്ടൊരു ബ്രേക്കിന് ശേഷം വൺ പീസിന്റെ ചാപ്റ്ററായ 1169 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയുടെ അകത്ത് നമ്മൾ അതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ന്യൂ ഇയറിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ പേജ് ഒന്ന് 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു കിടിലൻ കളർ സ്പ്രെഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ റോക്സ് പൈററ്റ്സിനെയാണ്. ഒരു രക്ഷയില്ല, നല്ല കിടില ലുക്കാണ് ഓരോരുത്തരെയും കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു തീം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആർട്ട് വർക്കാണ്, നമ്മുടെ റോക്സിൻ്റെ ആർട്ട് വർക്കാണ്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റിലം ഓഫ് സണ്ണിലെ ഗബാന്റെ ഹൗസാണ് കാണിക്കുന്നത്. ഷാങ്സ് ആട്ടെ ഞെട്ടിയിട്ടുണ്ട്. എന്ത്, ക്യാപ്റ്റൻ റോജറിന്റെ മകനാണെന്നോ? പിന്നല്ലാതെ അവസാനമായി ഗാർപ്പിനെ കണ്ടപ്പോൾ അവനാണ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും ആ പയ്യനിപ്പോൾ നീയുടെ കണ്ണിലൊന്നും പെടാതെ സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുകൊള്ളാലോ. അപ്പോൾ എനിക്ക് ലിറ്റിൽ ബ്രദർ ഉണ്ടല്ലേ? പിന്നല്ലാതെ നീയും ബഗ്ഗിയും ഞങ്ങളുടെ മക്കളല്ലായിരുന്നാ? അല്ല, ആര് കണ്ട്? ക്യാപ്റ്റൻ റോജറിന്റെ ബ്ലഡ് അല്ലേ അവൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ചിലപ്പോൾ അടുത്ത പൈററ്റ് ഇറയിലെ ന്യൂ പൈററ്റ് കിങ് തന്നെ അവനായിരിക്കും. നിന്നോടായ പറഞ്ഞ്, എടാ, ആ ഒരു ടൈറ്റിൽ ഒരിക്കലും പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, അത് നമ്മൾ ഏൺ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹൈ എക്സ്പെക്ടേഷൻ ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബർഡൻ ഉള്ളത്. സോ താഴെ വീഴാൻ പോകുന്നതും അവർ തന്നെയാണ്. ഓ, അങ്ങനെയാണല്ലേ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അത് പാരമ്പര്യമാണെങ്കിൽ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് അല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽബഫിലെ ആ ഒരു ക്യാസിലാണ്. ആ ടൈമിൽ തന്നെ ലോക്കി അവിടേക്ക് വന്നിട്ടുണ്ട്. ലോക്കി എത്തിയിരിക്കുന്നു. എല്ലാ ചാർലും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഓഡിയൻസ് ചേംബറാണ്. യുവർ മാജസ്റ്റി, താങ്കൾ എന്തിനാണ് ചെയ്തത്? താങ്കളെ കെട്ടിടാനായിട്ട് പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്തിനാണ് സോൾജറിനെ കൊന്നത്? എൻ്റെ ബോഡി തന്നെ അനങ്ങുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ എന്താണ് അത് ആ ഒരു ഓർഡർ കാരണമാണോ? ഇനി എനിക്ക് അവനെ അനുസരിക്കേണ്ടി വരുമോ? ഈ രാജ്യത്തിനെ ഞാൻ അവരുടെ ഫ്രണ്ടിൽ അർപ്പിക്കേണ്ടി വരുമോ? അല്ല, അവർ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഡിസോബേ ചെയ്യാൻ പറ്റത്തില്ലേ? എൻ്റെ തോട്ട്സിനെ അത് കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ സംഭവം ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? ഇതെൻ്റെ ജീവിതാവസാനം വരെ ഉണ്ടെങ്കിൽ അത് ഈ കൺട്രീനെ നന്നായിട്ട് എന്നെ ബാധിക്കുന്നതായിരിക്കും. കോപ്പ്, ഇത്ര നാൾ ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നോ? എൻ്റെ കഴിഞ്ഞ 144 വർഷം എൻ്റെ ജീവിതത്തിലെ എല്ലാം വെറുതെ ആയിരുന്നോ? ഞാൻ മരിക്കണം. ഞാൻ മരിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും നേരെയാകത്തില്ല. നിങ്ങളെല്ലാവരും എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് ഹാർലാട്ടെ ഒരു ഉത്തരവിടുന്നുണ്ട്. ഈ സമയം തന്നെ അവർ ചോദിക്കുന്നുണ്ട്, അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? എടാ, എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. എന്നെ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മൈക്കിങ്, താങ്കൾ എന്താണ് പറയുന്നത്? ആ സമയത്ത് ലോക്കയായിട്ട് ആ വാതിലും പൊട്ടിച്ച് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഓൾഡ് മാൻ, ഞാനിതാ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ സോൾജേഴ്സും നമ്മുടെ ഹാളിൻ്റെ ശരീരത്തിലേക്ക് ആ ഒരു വാളുകൾ കുത്തിയിറക്കിയിരിക്കുന്നതാണ്. ഞാൻ ശരിക്കും ഇമ്മോർട്ടലാണല്ലേ? ഇതെല്ലാം റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. നിർത്ത് ഗൈസ്, നിങ്ങളിവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്ക്. പക്ഷേ ആ സമയത്ത് ഹാൾ തൻ്റെ സോറെടുത്ത് അവരെ എല്ലാവരും അങ്ങോട്ട് കൊല്ലുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, ഞാനിനി എങ്ങനെ മരിക്കാനാണ്? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കേ. ഈ ഒരു കാഴ്ച കണ്ട ലോക്കിയും ജാർലും ഒരേപോലെ തന്നെ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഗബാന്റെ ഹൗസിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഷാങ്സ് പറയുകയും ചെയ്യും, ഞാൻ എന്തായാലും വന്ന കാര്യത്തിലേക്ക് വരാം. ഹാർലും ഞാനും ഞങ്ങൾ രണ്ടുപേരും ഹോളി ലാൻഡിലേക്ക് ചെന്നിരുന്നു. സോ ഞങ്ങൾക്ക് രണ്ടുപേരും അവിടെ ഒരു ഗ്രേറ്റ് വൺ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിനെ സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ടായി. എനിക്കിത് ഈ ഒരു ഷാളോ സി എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതുള്ളത്തരം കാലം അവർക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ സാധിക്കൂ. എന്നാൽ അതൊരു പർട്ടിക്കുലർ റേഞ്ചിലുള്ളപ്പോൾ മാത്രമേ സെറ്റ് ആകത്തുള്ളൂ. ആ റേഞ്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്കാട്ടെ അത് അനുസരിക്കാതിരിക്കാനും പറ്റും. ആ ടൈമിൽ ഗബൻ പറയുന്നുണ്ട്, അത് ശരിക്കും ക്യൂരിയസ് ആയുള്ള ഒരു പവറാണല്ലോ. അതെ, ഹോളി ലാൻഡിൽ നിന്ന് അകന്നിരുന്നാൽ മാത്രമേ ഞങ്ങൾ പ്ലെയിനിൽ ഒന്ന് സംസാരിക്കാൻ മാത്രം പറ്റത്തുള്ളൂ. പിന്നെ കാണിക്കുന്നത് അതിന് കൂടെ തന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ഹാർലാട്ടെ നമ്മുടെ ഷാങ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ നീ ആ റെഡ് ഹെയർ പൈററ്റ്സ് ആയിരുന്നല്ലേ? എനിക്ക് തോന്നിയായിരുന്നു. അത് കഴിയുമ്പോൾ ഷാങ്സ് പറയും ചെയ്യും, ഹാൾ എന്തായാലും നൈറ്റ് ഓഫ് ദി ഗോഡ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. കാര്യം അത് എൽബഫിന്റെ ആ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയാണ്. പക്ഷേ അവനങ്ങനെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഡീപ്പർ കോൺവെന്റ് അവൻ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ഒരു ഫുള്ളി നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവനൊരിക്കലും ഒരു ഇൻഹ്യൂമൻ ആയിരിക്കത്തില്ല. അത്ര നല്ല സ്ട്രെങ്തും ഇമോർട്ടാലിറ്റിയും എല്ലാം തന്നെ കിട്ടുന്നതാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഒരു ABS പെൻഡഗ്രാം യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാനും പറ്റും. എന്നാൽ അതിൻ്റെയൊക്കെ എക്സ്ചേഞ്ച് ആയിട്ട് ദി ഗ്രേറ്റ് വണ്ണിൻ്റെ വോയിസ് നമ്മുടെ തലയിൽ എപ്പോഴും കാണും.
അതുകൊണ്ട് തന്നെ അത് എവിടെ വെച്ചാണെങ്കിലും നമ്മളെ ആകർഷിക്കുന്നതാണ്. നമുക്കൊരിക്കലും അദ്ദേഹത്തിനെ ഡിസോബേ ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ ആണ്. ഹാർഡിലെങ്ങാനും ആ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഹാറിൽ അവരുടെ കൈക്കുള്ളിലായി പോവും. എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും ബോൺലെസ് ആയുള്ള ഒരു ഗ്രീഡ് അപ്പറ്റേറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറാകും. ഈ ലോകത്തിനെ അവരെത്ര നന്നാക്കാനൊന്നുമല്ല നോക്കുന്നത്. അത് മാത്രമല്ല, ഹാറിൽ എന്തായാലും അവിടെ ജോയിൻ ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമില്ലെന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് ആ ഒരു ഹാക്കി ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. ഈ സമയത്ത് തന്നെ ലോക്കി ഹാലും കൂടെ അകത്തിരുന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾഡ് മാൻ, താങ്കൾ എന്ത് ചെയ്യുവാണ്? താങ്കൾ പറയുന്ന കേക്ക്. താങ്കളുടെ പ്രജകളെ തന്നെ എന്തിനാണ് താങ്കൾ അറ്റാക്ക് ചെയ്യുന്നത്? ഞങ്ങൾ എന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മാത്രമല്ല, ഈ സ്ട്രെങ്ത് എന്തൊക്കെ എവിടെ നിന്നാണ് വന്നത്? ആ ടൈമിൽ തന്നെ ജാർലും തന്റെ സോറെടുത്തിട്ട് പറയുകയും ചെയ്യും, ഹാരൽ, നിനക്കിത് എന്ത് പറ്റി? നിന്റെ സെൻസസിലേക്ക് തിരിച്ചു വരാനായിട്ട് നോക്കൂ. ഈ സമയത്ത് തന്നെ പുറത്തുള്ള ഗാർഡ്സിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് കിങ്ങിന് വട്ടായെന്ന്. എന്നാൽ അവരെല്ലാവരും കൂടെ അകത്തേക്ക് ഓടി വരുന്ന നേരത്ത് ലോക്കിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാര്യം ലോക്കി കാരണമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട്. എന്നാൽ അകത്തേക്ക് വന്നപ്പോൾ ഹാറില്ല നമ്മുടെ ലോക്കിയും അതേപോലെ ജാലും കൂടെ പിടിച്ച് താഴത്തേക്ക് ഇടയിട്ട് ചോദിക്കുന്നുണ്ട്, ഹാറിൽ, മര്യാദക്ക് പറയാൻ നോക്ക്, നിനക്ക് എന്താണ് പറ്റിയത്? എൽഡർ ജാറിൽ, ഞാൻ ഒരിക്കലും മാപ്പ് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ കൺട്രോൾ എൻ്റെ ബോഡി വിട്ടു പോകുവാണ്. എൻ്റെ ബോഡിനെ ഞാനല്ലേ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ലോക്കി, ഞാൻ പറയുന്നത് കേൾക്കണം. എൽബഫിലെ ആൾക്കാരുടെ എല്ലായിടക്കലും നീ ഈ കാര്യം പറയണം, നീ ഈ സത്യം പറയണം. ഞാനാണ് ഇവിടെയുള്ള ഗാർഡ്സിനെല്ലാം സ്ലേ ചെയ്തതെന്ന് അവരറിയണം. എൻ്റെ കയ്യിൽ രക്തക്കറയുണ്ടെന്ന് അവരറിയണം. എൽബഫിനെ ഞാൻ നല്ലൊരു നേഷനാക്കാനാണ് നോക്കിയത്. പക്ഷേ അതിനുവേണ്ടി ഞാൻ ട്രിക്ക് ചെയ്യപ്പെടുകയാണുണ്ടായത്. ഇതിനോടൊപ്പം തന്നെ ഇത്രയും മിസറബിളായുള്ള ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തുകയും ചെയ്തു. അവരെന്നെ പറ്റിക്കുമായിരുന്നു. നമ്മുടെ ആൾക്കാരെയൊക്കെ അവരുടെ സ്ലേവ്സ് ആക്കാനായിട്ട്, ഗവൺമെന്റിന്റെ വാരിയേഴ്സ് ആക്കാനായിട്ട് അവരെല്ലാവരും നമ്മളെ പറ്റിക്കുമായിരുന്നു. ആ സമയത്ത് ലോക്കി ചോദിക്കുന്നുണ്ട്, ആര് താങ്കളെ പറ്റിച്ചെന്നാണ് ഈ പറയുന്നത്? ആ ടൈമിൽ ഹാറൽ പറയുകയും ചെയ്യും, അവർ ആദ്യം മുതൽ തന്നെ എന്നെ ചതിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എൽഡർ ജാറിൽ, ഞാൻ പറയുന്ന കേൾക്ക്. ലോക്കി ആയിരിക്കണം അത് കഴിക്കേണ്ടത്. എൽബഫിലെ സീക്രട്ടായുള്ള ട്രഷർ അത് അവൻ വേണം കഴിക്കാനായിട്ട്. എന്തിനി? മറ്റാർക്കും എന്നെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രത്തോളം ഗോളിലുള്ള പവേഴ്സാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനെ പിടിച്ച് കെട്ടുന്നതല്ലായിരുന്നു എൻ്റെ ഡ്രീം. ഞാൻ ശരിക്കും എൽബഫിലെ ദി വേഴ്സ്റ്റ് കിങ് ആണ്. ലോക്കി, നീ എന്നെ കൊല്ലണം. നീ എന്നെ കൊന്ന് ഈ ത്രോൺ നീ വേണം ടേക്ക് ഓവർ ചെയ്യാനായിട്ട്. ഇവിടെ നടന്ന എല്ലാം തന്നെ നീ പുറത്ത് പറയണം. ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് ഇവിടെയുള്ള എല്ലാവരും അറിയണം. നീ എന്നെ കൊന്നുകൊണ്ട് നീ ഒരു ഹീറോ ആകണേ ഇവിടെ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെയാണ് വിചാരിച്ചതെന്നൊന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആകെപ്പാട് വേണ്ടത് എൽബഫിൻ്റെ ഫ്യൂച്ചറാണ്. എൽബഫിൻ്റെ ഫ്യൂച്ചർ ഇനിയും സേഫ് ആകണം. അല്ല, താങ്കൾ അത്രയും ദൂരം പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സമയത്ത് ഹാളിനെ കൺട്രോൾ കംപ്ലീറ്റ്ലി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, ലോക്കി, എൻ്റെ വിശ്വാസമെല്ലാം ഞാൻ നിന്നിൽ അർപ്പിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഹാറിൽ അവരെ എല്ലാവരും പല വഴിക്ക് ദൂരത്തേക്ക് എടുത്ത് എറിയുന്നതാണ്. എന്നിട്ട് ഹാറിൽ ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്യും, ഒരു ക്രിമിനൽ നമ്മുടെ ക്യാസിലകത്തൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീക്രട്ട് ചേമ്പർ എല്ലാം ലോക്ക് ചെയ്യേണ്ടതാണ്. ഇത് കേൾക്കാൻ നേരത്ത് പുറത്തുള്ള ബാക്കിയുള്ള ഭടന്മാർ അതനുസരിച്ച് ആ ഡോറൊക്കെ അടക്കുന്നുണ്ട്. എന്നിട്ട് പുറൽ കൂടെ വന്ന് ഒരുത്തൻ ഹാറിലെ കഴുത്തിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയിട്ട് പറയുകയും ചെയ്യും, കിങ് ഹാറിൽ, താങ്കൾ എനിക്കറിയാവുന്ന കിങ് അല്ല. താങ്കൾക്ക് ഇതെന്താണ് പറ്റിയത്? അതെ, നിങ്ങൾക്കറിയാവുന്ന ഹാറിൽ പോയിരിക്കുന്നു. ഞാനിപ്പോൾ ദി ഗ്രേറ്റ് വണ്ണിന്റെ വെസലാണെന്ന് പറഞ്ഞിട്ട് അവനെ നേരെ എടുത്ത് താഴത്തേക്ക് എറിയുവാണ്. നിങ്ങൾ ആരും ഇവിടുന്ന് രക്ഷപ്പെടുന്നതല്ല. സത്യം നിങ്ങളുടെ മരണത്തിനോടൊപ്പം തന്നെ ഇവിടെ മൺമറഞ്ഞ് പോകുന്നതായിരിക്കും. ഗൈസ്, എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന പറയുന്നത് ഹാൾ അവൻ്റെ തലയിലേക്ക് ചവിട്ടി അവനെ കൊല്ലുന്നുണ്ട്. ഈ ഒരു കൺട്രീനെ ഞാൻ ലോർഡ് ഇമുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോകുവാണ്. ലോക്കി, എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. കോപ്പ്, ഞാൻ എന്തിനാണ് ഡെവിൾ ഫ്രൂട്ട് കഴിക്കേണ്ടത്? അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നീന്താനും പറ്റത്തില്ല. ഈ ഓൾഡ് മൻ ഇത് എന്നാ പറ്റി? ഇപ്പത്തെ ടോട്ടലി ഡിഫറെന്റ് ആയുള്ള ഒരാളായിട്ടാണല്ലോ നിൽക്കുന്നത്. നീ പേടിക്കണ്ട ലോക്കി, അത് നീ കഴിക്കാൻ പോകുന്നില്ല. അതെന്റേതാണ്. അത് കൊള്ളാം. താങ്കളല്ലേ കുറച്ചു മുമ്പ് എൻ്റെ അടുക്കെ പറഞ്ഞ അത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് എൽഡർ ജാറിൽ ഹാറിലിനെ പുറകിൽ നിന്ന് കുത്തുന്നുണ്ട്. ഹാറിൽ, നീ അത് കഴിച്ചുകൂടാ. നീ അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ അവസാനം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ലോക്കിയുടെ അടുത്തേക്ക് നിന്നെ വിടുന്നതല്ലെന്ന് പറയുന്ന അടുത്ത സെക്കൻഡിലാണ് അത് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ ഹാറിൽ എൽഡർ ജാറിൻ്റെ തലയിലേക്ക് ആ സോഡ് കുത്തി ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വന്ന ആ ഒരു ലെജൻഡറി സോഡ് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ച് തന്നിരിക്കുന്നു. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, നീ ഒരിക്കലും ആ ഫ്രൂട്ട് കഴിക്കുന്നതല്ല. ആ ഫ്രൂട്ട് എനിക്കുള്ളതാണ്. എന്നിട്ട് ഞാൻ ആ റാഗ്നിയർ എടുക്കുന്നതായിരിക്കും. ഈ സമയത്ത് ലോക്കി ഓടാൻ നേരത്ത് ലോക്കിയുടെ പുറകെ നമ്മുടെ ഹാറിൽ ഓടുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഗബാനും ഷാങ്സുറും വന്ന് ഒരു കിടിലൻ അറ്റാക്ക് അവരുടെ നേരെ ചെയ്യുന്നത്. ആ ടൈമിൽ തന്നെ ജാറിൽ ചോദിക്കുന്നുണ്ട്, ഗബാൻ, അത് നീയാണോ? ജാറിൽ, നിനക്കിത് എന്ത് പറ്റി?
എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ഹെൽമെറ്റ് എന്നെ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാർഡിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യ്. ഹാർഡിൽ ഒരിക്കലും ലോക്കിനെ പിടിക്കാൻ പാടില്ല. കുഴപ്പമില്ല, ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു ഡാമേജ് തന്നെയാണ് അവന് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ ഷാങ്സ് കാണുന്നുണ്ട്. ഹാർഡിൽ നീ കണ്ണ് തുറന്നു നോക്ക്, നീ എന്തുവാണ് ചെയ്യുന്നതെന്ന് നീ കണ്ണ് തുറന്നു നോക്ക്. ആ ടൈമിൽ പതുക്കെ അവൻ എഴുന്നേക്കും. എന്നിട്ട് പറയും ചെയ്യും, ഷാങ്സ്, ഈ മോർട്ടാലിറ്റി അത്ര ബാഡൊന്നുമല്ല കേട്ടോ. ഇത് ശരിക്കും സുപ്പീരിയർ ആയുള്ള ഒരു പവർ തന്നെയാണ്. കോപ്പ് അവനെ ഓർഡേഴ്സൊക്കെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഒരിക്കലും അവനെ ഫ്രീ ചെയ്യാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ലേ. പിന്നെ കാണിക്കുന്നത് ലോക്കി ആ ഒരു സംഭവം തുറന്ന് അകത്തേക്ക് കയറുന്നതാണ്. അവിടെയായിട്ട് ഒരു ട്രഷർ ചെസ്റ്റും അതേപോലെ തന്നെ ആ റാഗ്നറും ഇരിപ്പുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ അത് പതുക്കെ അനങ്ങാനും തുടങ്ങി. സോ ഇതാണല്ലേ എൽബഫിലെ ആ ഒരു ഫോർബിഡനുള്ള ഡെവിൽ ഫ്രൂട്ട് ഇരിക്കുന്ന സ്ഥലം. അടുത്ത സെക്കൻഡിൽ തന്നെ ആ റാഗ്നർ പെട്ടെന്ന് ഒന്ന് ലോക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന് ജീവനുള്ളതുപോലെ തന്നെ. അത് മാത്രമല്ല ഒരു മൃഗത്തിനെ പോലെ അത് മുറുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതെന്ത് കോപ്പാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, പിന്നൊരു കാര്യം, നെക്സ്റ്റ് വീക്ക് ഓർഡറുടെ ഭാഗത്തു നിന്ന് ബ്രേക്ക് ഒന്നുമില്ല. പക്ഷേ ഈ ചാപ്റ്റർ റിലീസ് ചെയ്യുന്ന മാഗസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബ്രേക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്പോയിലേഴ്സ് നമുക്ക് നേരത്തെ കിട്ടിയേക്കാം. എന്നാൽ ചാപ്റ്റർ അടുത്ത ആഴ്ച ഇറങ്ങുന്നതായിരിക്കത്തില്ല.